മലപ്പുറം അരീക്കോട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയത് അനുമതിയില്ലാതെയെന്നാണ് പോലീസ് പറയുന്നത്. സെവൻസ് ഫുട്ബോൾ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അപകടം നടന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും. ഇന്നലെ രാത്രി 8:30യോടെയുണ്ടായ അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഈ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടാണ്, അപ്പോൾ അവിടെ ഒരു കരിമരുന്ന് പ്രയോഗം നടത്തുമ്പോൾ മറ്റൊരു തരത്തിലുള്ള അനുമതിയും എടുത്തിരുന്നില്ല. പൊടുന്നനെയുണ്ടായ ഒരു കരിമരുന്ന് പ്രയോഗമാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു കാര്യം നടത്തുമ്പോൾ അതിലൊട്ടും പ്രതീക്ഷിക്കുന്നില്ലേ ഒരു അപകടം ഉണ്ടാകുമെന്ന്? എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ അവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്നിപ്പോൾ അതിന്റെ ഭാഗമായി എന്തൊക്കെ നടപടികൾ അവിടെ നടക്കും ഫൈസൽ? ജിൽസി, തെരട്ടുമ്മൽ സെവൻസ് ഫുട്ബോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ തെരട്ടുമ്മൽ ഗ്രൗണ്ടിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഫൈനലായിരുന്നു, ഇന്നലെ അതിൻ്റെ ഫൈനലായിരുന്നു. ഫൈനൽ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ ഒരു കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്. ഗ്രൗണ്ടിൻ്റെ സെൻട്രൽ വെച്ചുകൊണ്ട് 3 ബോക്സുകളിലായി കരിമരുന്ന് വെച്ച് പൊട്ടിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു ബോക്സ് മറിഞ്ഞുകൊണ്ട് പൊട്ടി കാണികൾക്കിടയിലേക്ക്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലേക്ക് പടക്കം പൊട്ടി കാണികൾക്കിടയിലേക്ക് വരുന്നത് ഒരു ഭീകരാന്തരീക്ഷമാണ് അല്പസമയം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ആ കാണികളൊക്കെ തന്നെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ ഫൈനൽ ആയതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ പടക്കം പൊട്ടിയതിനു ശേഷം പുറമേ നിന്നുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തതിന് പുറമെ ഇതിലെ പോയിരുന്ന നൂറുകണക്കിന് ആളുകൾ ഈ സ്റ്റേഡിയത്തിന് ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനക്കൂട്ടം ഈ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ കളി ഫൈനലായിരുന്നു. ആ ഫൈനലിന് നമ്മൾ പ്രതീക്ഷിച്ചതിലും ആൾ ഗ്രൗണ്ട് വന്ന്, പിന്നെ കുറേ കാണികൾ പുറത്തുണ്ട്. അതേസമയം പിന്നെ സാധാരണ എല്ലാ ഫൈനൽ മത്സരത്തിനും കുറച്ച് പടക്കം പൊട്ടിക്കാറുണ്ട്. ഇന്നലെ പൊട്ടിച്ചപ്പം മറ്റേ കുറ്റി ഒന്ന് ചെരിഞ്ഞു പോയി. അപ്പം കാണികളുടെ ഇടയ്ക്ക് പോയിട്ട് ചെറിയ രീതിയിലുള്ള പരിക്ക് ഓരോരുത്തർക്ക് പറ്റിയിട്ടുണ്ട്. കളി നടക്കുന്നതിന് മുമ്പായിരുന്നു പടക്കം പൊട്ടിയത്? അതെ, കളി നടക്കുന്നതിന് മുന്നാണ്. കളി നടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പടക്കം പൊട്ടിച്ചത്. അതിലാണ് സംഭവിച്ചത്. ജിൽസി, കളി നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു പടക്കം പൊട്ടിയ ആളുകളിലേക്ക് ഇടയിലേക്ക് പോകുന്നത്. ആ കരിമരുന്ന് 3 ബോക്സുകളിലായിരുന്നു. ചൈനയുടെ പടക്കമാണ് പൊട്ടിയത്. 3 ബോക്സ് നില ഉറപ്പിച്ച് വെച്ച് പൊട്ടിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ബോക്സ് മറിഞ്ഞ് ആളുകൾക്കിടയിലേക്ക് അങ്ങനെയാണ് ഈ ബോക്സ് മറിഞ്ഞ ആളുകൾക്കിടയിലേക്ക് വീണതാണ് അപകടം ഉണ്ടായത്. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ഫുട്ബോൾ മത്സരങ്ങൾക്കും ഇങ്ങനെ അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട്. ഇത്തവണ അതൊരു ബോക്സ് മറിഞ്ഞതുകൊണ്ട് അപകടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെ ഇത്തരം കരിമരുന്ന് പ്രയോഗം നടത്തുമ്പോൾ അതിനെതിരെ ഒരു നടപടി എന്തായാലും എടുക്കേണ്ടതുണ്ട്.